എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി ബഞ്ചരി. ഇന്ന് ഒരു പുതിയ വീഡിയോ ശൂർപ്പണഖയെക്കുറിച്ചാണ്. രാമായണം ഉണ്ടായതിന് കാരണക്കാരായ രണ്ട് സ്ത്രീകളിൽ ഒരാൾ കൈകേയിയും മറ്റൊരാൾ ശൂർപ്പണഖയുമാണെന്ന് വാൽമീകി പറയുന്നുണ്ട്. കൽപ്പറ്റ നാരായണ സാറിൻ്റെ ശൂർപ്പണഖ എന്ന കവിതയിൽ രാമരാവണ യുദ്ധം നടന്നത് ശൂർപ്പണഖയ്ക്ക് വേണ്ടിയായിരുന്നു, സീതയ്ക്ക് വേണ്ടിയല്ലായിരുന്നു എന്ന വരികളുണ്ട്. അതുപോലെ തന്നെ ആ കവിതയിൽ രാമസബദത്തിൽ ശൂർപ്പണഖ സുരക്ഷിതയായിരുന്നു, രാവണസബദത്തിൽ സീത സുരക്ഷിതയായിരുന്നു എന്ന വരികളുമുണ്ട്. ഏതായാലും കവിത അവിടെ നിൽക്കട്ടെ. രാവണ സഹോദരി, അതായത് വിശ്രവസിൻ്റെയും കൈകസിയുടെയും മകളായിരുന്ന രാവണ സഹോദരി യഥാർത്ഥത്തിൽ വധിക്കപ്പെടുന്നത് ഇല്ല എങ്കിൽ പോലും സ്ത്രീ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് മാറുന്നത്? കൈകേയിയും ശൂർപ്പണഖയും ഇല്ലായിരുന്നുവെങ്കിൽ രാമായണം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. കമ്പരാമായണത്തിൽ ശൂർപ്പണഖയാണ് യഥാർത്ഥത്തിൽ രാവണ യുദ്ധത്തിനായി നിയോഗിക്കപ്പെട്ടത് എന്ന് സൂചനയുണ്ട്. മാപ്പിള രാമായണത്തിലാവട്ടെ ശൂർപ്പണഖയെ അവതരിപ്പിക്കുന്നത് സുന്ദരിയായ ഒരു ആയിട്ടാണ്. യഥാർത്ഥത്തിൽ മീനാക്ഷി എന്നായിരുന്നു ശൂർപ്പണഖയുടെ പേര്. ആദ്യകാലങ്ങളിൽ മീനാക്ഷി, മീനിൻ്റെ ആകൃതിയിൽ കണ്ണുള്ള ഭംഗിയുള്ള സുന്ദരി എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ശൂർപ്പണഖ എങ്ങനെയാണ് വധിക്കപ്പെട്ടത്? അല്ലെങ്കിൽ വധിക്കപ്പെട്ടില്ല, ആ വധത്തിന് സമാനമായി മൂക്കും ചെവിയും മുറിക്കപ്പെട്ടതിൻ്റെ കാരണവും അതിൻ്റെ സത്യാന്വേഷണവും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാണ് നമ്മൾ അന്വേഷിക്കുന്നത്. രാമായണത്തിൽ പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കഥ കൂടിയുണ്ട് ശൂർപ്പണഖയുമായി ബന്ധപ്പെട്ട്. ശൂർപ്പണഖയുടെ ഭർത്താവിൻ്റെ പേര് വിദ്യുജുഹൻ എന്നായിരുന്നു. ഈ വിദ്യുജുഹൻ പണമോഹിയായിരുന്നത് കൊണ്ട് രാവണനുമായിട്ട് ഏറ്റുമുട്ടിയെന്നും രാവണൻ വിദ്യുജുഹനെ കൊന്നു. ഇതിൽ വിലപിച്ചുകൊണ്ട് ശൂർപ്പണഖ രാവണൻ്റെ സവിധത്തിൽ ചെന്ന് വഴക്കിട്ടു. അപ്പോൾ രാവണൻ പറഞ്ഞു, ഏതായാലും സംഭവിച്ചു പോയി, നിനക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഏത് ഒരു പുരുഷന് വേണമെങ്കിലും ഭർത്താവായി സ്വീകരിക്കാം, നീ അതിന് തയ്യാറായിക്കോളൂ. അങ്ങനെ ഈ രാവണ വാക്ക് കേട്ടിട്ടാണ് വനസ്ഥലിയിൽ വന്ന് പഞ്ചവടിക്ക് എന്ന വനവാസകാലത്ത് സ്ഥാപിച്ചിരുന്ന പഞ്ചവടിക്ക് അടുത്ത് വനസ്ഥലിയിൽ ശൂർപ്പണഖ താമസിച്ചത്. എന്നാൽ മറ്റൊരു കഥയിൽ പറയുന്നത് തനിക്കുണ്ടായ ആ ദുഃഖം രാമരാവണ യുദ്ധത്തിലേക്ക് നയിച്ചു എന്നാണ്. അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഈ പഞ്ചവടിയിൽ വെച്ചാണ് യഥാർത്ഥത്തിൽ സീത, രാമ, ലക്ഷ്മണന്മാരെ ശൂർപ്പണഖ കാണുന്നത്. അതിലും രണ്ട് കഥയുണ്ട്. ഒന്ന്, രാമൻ്റെ പാദങ്ങളെ പിന്തുടർന്ന്, എന്താണ് ഇത്രയും മനോഹരമായ പാദം ഭൂമിയിൽ കാണുന്നല്ലോ, പാദങ്ങളെ പിന്തുടർന്ന് രാമൻ്റെ സവിധത്തിൽ എത്തുകയാണ് ശൂർപ്പണഖ എന്ന് പറയുന്നത്. അതല്ല, ഗോദാവരി നദിയിൽ കുളി കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ രാമൻ മുമ്പിൽ, തൊട്ടുപുറകിൽ സീത, അതിൻ്റെ ഏറ്റവും പുറകിൽ കുടത്തിൽ വെള്ളവുമായി ലക്ഷ്മണനും വരുമ്പോൾ ഏറ്റവും മുമ്പിൽ നടക്കുന്ന നല്ല ദീർഘമായ കൈകളുള്ള, വിരിഞ്ഞ മാറിടമുള്ള, നല്ല മനോഹരമായ കണ്ണുകളുള്ള രാമനെ ശൂർപ്പണഖ കാണുകയും ശൂർപ്പണഖ രാമനോട് പ്രണയം തോന്നുകയും കാമാതുരയായി തീരുകയും ചെയ്തെന്നും അവൾ നേരെ രാമൻ്റെ അരികിലേക്ക് ചെല്ലുകയും രാമനോട് എന്നെ ഭാര്യയാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. രണ്ട് വിരുദ്ധ വികാരങ്ങളുടെയും സ്വഭാവങ്ങളുടെയും രൂപങ്ങളുടെയും സംഗമമാണ് യഥാർത്ഥത്തിൽ ശൂർപ്പണഖയും രാമനും. രാമൻ്റെ എതിർഭാഗമായിട്ട് നിൽക്കുന്ന ശൂർപ്പണഖ വിരൂപയായിരുന്നെന്നും കറുപ്പായിരുന്നെന്നും അവളുടെ ശബ്ദം ഇടിനാദം പോലെയായിരുന്നു എന്നാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ശൂർപ്പണഖയെ രാമന് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. രാമൻ നേരെ പരിഹാസത്തോടു കൂടി ശൂർപ്പണഖയോട് പറയുന്നു, എനിക്ക് ഭാര്യയുണ്ട്, ഒരു ഭാര്യ ഉള്ളപ്പോൾ എങ്ങനെയാണ്
മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുക. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആ ലക്ഷ്മണകുമാരൻ്റെ അരികിലേക്ക് ചെല്ലൂ എന്ന് രാമൻ സീതയെ ശൂർപ്പണഖയെ പറഞ്ഞു വിടുന്നു. അവിടെ ചെല്ലുമ്പോൾ ശൂർപ്പണഖയോട് ലക്ഷ്മണൻ പറയുന്നു, ഞാൻ രാമൻ്റെ ഭക്തനാണ്, ഭൃത്യനുമാണ്. അതുകൊണ്ട് ഒരു ഭൃത്യന് യജമാനിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പറ്റുക? അതുകൊണ്ട് എന്ത് ചെയ്യുക? രാമൻ്റെ അരികിൽ തന്നെ ചെല്ലുക. അപ്പോൾ യഥാർത്ഥത്തിൽ രാമന് ശൂർപ്പണഖയെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ട കാര്യമില്ല. കാരണം രാമൻ അറിയാം ലക്ഷ്മണന് ഊർമിള എന്ന ഭാര്യ ഉണ്ട് എന്നറിയാം. എന്നിട്ടും ആ സ്ത്രീയെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കളിയാക്കി എന്നാണ് ഒരു പുരാണത്തിൽ പറയുന്നത്. ഏതായാലും ഇത് കേട്ടപ്പോൾ ശൂർപ്പണഖയ്ക്ക് തോന്നി ലക്ഷ്മണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. വീണ്ടും രാമൻ്റെ അരികിൽ ചെല്ലുമ്പോൾ രാമൻ അവളെ കളിയാക്കുന്നു. ഞാൻ ഒരു യുവകുമാരൻ, നീ വൃദ്ധയായ ഒരു സ്ത്രീ, രാക്ഷസി, നിന്നെ ഞാൻ അങ്ങനെ സ്വീകരിക്കും. അപ്പോൾ അവൾ പറയുന്നു, ഏത് രൂപവും സ്വീകരിക്കുവാൻ കഴിവുള്ള മായാശക്തി എനിക്കുണ്ട്. നിന്റെ ഭാര്യ സീതയെ എന്തിനു കൊള്ളാം, അവളേക്കാൾ സുന്ദരിയായി മാറുവാനായിട്ടുള്ള കഴിവ് എനിക്കുണ്ട്. അപ്പോൾ രാമൻ പറയുന്നു, നീ രാക്ഷസിയാണ്, നിന്നെ വിവാഹം കഴിക്കുവാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ ഭാര്യ കൂട്ടത്തിലുണ്ട്. ഇത് കേട്ട ഉടനെയാണ് ഈ ശൂർപ്പണഖ പറയുന്നു, യഥാർത്ഥത്തിൽ സീതയുള്ളത് കൊണ്ടാണ് താങ്കൾ എന്നെ സ്വീകരിക്കാത്തത്. ഭാര്യ അടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവളെ കൊന്ന് ഞാൻ ഭക്ഷിക്കും. അങ്ങനെയാണ് വിരൂപഭാവത്തിൽ, രാക്ഷസഭാവത്തിൽ സീതയെ ആക്രമിക്കാൻ വന്നപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, അതായത് അക്രമകാരികളോട് വേദാന്തം ഓതിയിട്ട് കാര്യമില്ല, അവളെ കൊല്ലരുത്, അവളെ അംഗഭംഗം വരുത്തി അയക്കുമെന്ന് പറയും. അങ്ങനെ അത് കേട്ട മാത്രയിൽ ബില്ലെടുത്ത് രാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുറിക്കുകയാണ്. അവൾ അലമുറയിട്ടുകൊണ്ട് തൻ്റെ സഹോദരന്മാരായിട്ടുള്ള ഖരൻ്റെക്കലും ദൂഷണൻ്റെക്കലും തൃശ്ശരസ് എന്ന് പറയുന്ന 3 സഹോദരന്മാരുണ്ട്, അവരുടെ ചെല്ലുകയാണ്. ഇത് കേട്ടോടെ തന്നെ ഖരൻ തൻ്റെ 14 സൈന്യങ്ങളെ 14 പേരെ ആദ്യം വിടുന്നു. രാമൻ എന്ന് പറയുന്ന സാരനായ മനുഷ്യനുമായിട്ട് ഏറ്റുമുട്ടാൻ നിഷ്പ്രയാസം പരാജയപ്പെടുത്താമെന്ന് കരുതിയാണ് 14 സൈന്യത്തെ വിടുന്നത്, 14 പേര്. പക്ഷെ 14 പേരെ ചെന്നപ്പോഴത്തേക്ക് രാമൻ അവർ നിഷ്പ്രയാസം കൊന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ ശൂർപ്പണഖ ഈ ഖരനെ കളിയാക്കി, നിസാരനായ ഒരു മനുഷ്യനോട് പരാജയപ്പെട്ടു വന്ന് നിൽക്കുന്നു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ആ മനുഷ്യനെ കൊന്നെൻ്റെ മുമ്പിൽ കൊണ്ടുത്തരാൻ? അപ്പോഴാണ് 14,000 സൈന്യവുമായിട്ട് ഖരനും ദൂഷനും തൃശ്ശിരസും നേരെ യുദ്ധത്തിന് ചെല്ലുകയാണ് രാമനുമായിട്ട്. രാമനോട് യുദ്ധത്തിന് വരുമ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, സീതയെ സൂക്ഷിച്ചോളൂ, ഞാൻ ഇവരുമായിട്ട് ഏറ്റുമുട്ടിക്കോളാം. അങ്ങനെ 14,000 പേരെയും വകവരുത്തുന്നു, ദൂഷണനെ കൊല്ലുന്നു. തൃശ്ശിരസ് എന്ന് പറഞ്ഞാൽ 3 ശിരസ് ഉള്ള രാക്ഷസനാണ്. അവനെ 3 ശിരസും ഛേദിക്കുന്നു. അവസാനം ഖരനെയും കൊല്ലുന്നു. ഇങ്ങനെ ഖരനെയും കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയത്തോടുകൂടി ശൂർപ്പണഖ അവിടെ നിന്ന് ഓടുകയാണ്. അങ്ങനെയാണ് വീണ്ടും രാവണ സവിധത്തിലെത്തുന്നത്. അപ്പോൾ ഒരു കഥയിൽ ഭർത്താവിനെ കൊന്ന പ്രതികാരം തീർക്കുവാൻ രാവണനെ പറഞ്ഞു വിടുന്നു. രാവണനോട് ഏറ്റുമുട്ടുവാൻ അത്രയും ശക്തിയുള്ള രാമനെ ഉള്ളൂ എന്ന അർത്ഥത്തിൽ പറഞ്ഞു വിടുന്നെങ്കിൽ, ഇവിടെ ഈ കഥയിൽ യഥാർത്ഥത്തിൽ തന്നെ ഇങ്ങനെ ചെയ്ത ഒരു സ്ത്രീയെ ഏറ്റവും വലുതായിട്ട് അപമാനിച്ചതിന് പ്രതികാരമായിട്ട്, കൂടാതെ നേരത്തെ തൻ്റെ മുത്തശ്ശിയായിട്ടുള്ള രാക്ഷസിയെ രാമൻ ഇതുപോലെ തന്നെ താടകയെ ഇതുപോലെ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ അതും കൂടെ ഓർത്തുകൊണ്ട് രാവണൻ്റെ അരികിൽ ചെല്ലുകയും രാമനോട് പ്രതികാരം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അകമ്പൻ എന്ന് പറയുന്ന അസുരനും രക്ഷപ്പെട്ട് രാവണൻ്റെ അരികിൽ ചെല്ലുന്നു. അയാളും രാമനോട് പ്രതികാരം ചെയ്യണമെന്ന് പറയുന്നു. ഇവർ രണ്ടുപേരും പറയുന്ന പ്രതികാരത്തിൻ്റെ തോത് കേട്ടിട്ട് രാവണൻ ചാടി ഇറങ്ങുമ്പോഴത്തേക്ക് അകമ്പൻ പറയുന്നു,
വിഡ്ഢിത്തം കാണിക്കരുത് രാജാവേ, അയാൾ നിസ്സാരനല്ല. അയാളോട് ഏറ്റുമുട്ടുമ്പോൾ അയാൾക്ക് നമുക്ക് ഇങ്ങോട്ട് നൽകിയതിൻ്റെ കരുത്ത് അതിനേക്കാൾ ഇരട്ടിയായി പകയായിട്ടും വേദനയായിട്ടും കൊടുക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. അവരുടെ കൂട്ടത്ത് സുന്ദരിയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് സീത. ആ സീതയെ തട്ടിക്കൊണ്ടു പോരുക. ഇതാണ് അകമ്പൻ പറയുന്നത്. അത് തന്നെയാണ് ശൂർപ്പണഖയും പറയുന്നത്. ഒരു സ്ത്രീയായ എനിക്ക് വേദനിച്ചപ്പോൾ ആ വേദനയാണ് യഥാർത്ഥത്തിൽ രാമന് കൊടുക്കേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? സീതയെ തട്ടിക്കൊണ്ടുവരണം. അങ്ങനെ സീതയെ തട്ടിക്കൊണ്ടുവരാൻ ശൂർപ്പണഖ നിർദ്ദേശിക്കുകയും അതനുസരിച്ചാണ് രാമൻ്റെ പക്ഷത്ത് നിന്ന് സീതയെ തട്ടിക്കൊണ്ട് പോന്ന് ശിംശപാവൃക്ഷത്തിൻ്റെ തണലിൽ താമസിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കൽപ്പറ്റ നാരായണ സാർ പറഞ്ഞത്, ഇത് രാമസവിധത്തിൽ ശൂർപ്പണഖ അനുഭവിച്ചതല്ല, രാവണസവിധത്തിൽ സീത അനുഭവിച്ചത്. യഥാർത്ഥത്തിൽ രാമായണം നടക്കുന്നത് സീതയ്ക്ക് വേണ്ടിയല്ല, ശൂർപ്പണഖയ്ക്ക് വേണ്ടിയാണ് എന്നുകൂടെ ഒരു വാദമുണ്ട്. വാദങ്ങൾ അങ്ങനെ നിൽക്കട്ടെ. ഈ രാമായണ കഥയിൽ ശൂർപ്പണഖ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മനോനിലയും അവളുടെ ചിന്തകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രാമായണം ഉണ്ടായത്, അല്ലെങ്കിൽ രാവണ യുദ്ധം ഉണ്ടായത് കൈകേയി രാമനെ കാട്ടിലേക്കാണ് പറഞ്ഞു വിടുന്നെങ്കിൽ അതിനുശേഷം രാമരാവണ യുദ്ധം ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത് യഥാർത്ഥത്തിൽ ശൂർപ്പണഖയാണ്. ആ ശൂർപ്പണഖയുടെ മനോനിലകളും സഞ്ചാരങ്ങളും ജീവിതവും ഒക്കെ കൂടുതൽ വായിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാവണം. നന്ദി, നമസ്കാരം.